നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. മേടം, ഇടവം രാശികളിലായി കാണപ്പെടുന്ന കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ടതാണ്. ഈ നക്ഷത്രത്തിൻ്റെ മൃഗം ആടും, വൃക്ഷം അത്തിയും, പക്ഷി പുള്ളുമാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദം മേടം രാശിയിലും ബാക്കി വരുന്ന 3 പാദങ്ങൾ ഇടവം രാശിയിലുമാണ് കാണപ്പെടുന്നത്. രാശികളുടെ വ്യത്യാസമനുസരിച്ച് ഈ നക്ഷത്രക്കാരുടെ സ്വഭാവ രീതികളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാരിൽ കുജൻ അഥവാ ചൊവ്വയുടെയും രവി അഥവാ സൂര്യൻ്റെയും സ്വാധീനം കൂടുതലായി കാണപ്പെടുന്നു. ഇവർ നല്ല ഇച്ഛാശക്തി ഉള്ളവരും കർമ്മനിരതരും എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇടവൻ രാശിക്കാരായ കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സഹനശക്തി കുറഞ്ഞവരും കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറല്ലാത്തവരുമായിരിക്കും. ഇവർ നല്ല സൗന്ദര്യബോധമുള്ളവരും ആഡംബരപ്രിയരുമാണ്. എല്ലാവരോടും നന്നായി പെരുമാറുന്നവരും സംഗീത നൃത്ത കലകളിൽ താല്പര്യമുള്ളവരും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരും ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഇഷ്ടമില്ലാത്തവരും കടുത്ത ദുരഭിമാനികളുമായിരിക്കും ഇടവൻ രാശിയിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രക്കാർ. സമൂഹജീവികളായ കാർത്തിക നക്ഷത്രക്കാർ എല്ലായ്പ്പോഴും സ്നേഹിതരോടൊപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നവരും അലസത ഉള്ളവരും വലിയ വലിയ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരുമാണ്. ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അത് തികഞ്ഞ കാര്യക്ഷമതയോടെ പൂർത്തിയാക്കുന്ന ഈ നക്ഷത്രക്കാർ നല്ല ഉത്തരവാദിത്വവും ചുമതലാബോധവുമുള്ളവരുമായിരിക്കും. കാർത്തിക നക്ഷത്രക്കാരായ സ്ത്രീകൾ കോപശീലമുള്ളവരും കലഹപ്രിയരുമാണ്. എന്നാൽ ഗൃഹഭരണത്തിൽ നല്ല സാമർഥ്യമുള്ളവരുമായിരിക്കും ഇവർ. മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനോ വഴങ്ങാത്ത ഇവർ സംഭാഷണപ്രിയരും സമർത്ഥരും കാര്യങ്ങൾ ചോദിച്ചറിയാൻ മിടുക്കുള്ളവരും നല്ല ജീവിത പങ്കാളിയുള്ളവരുമായിരിക്കും. ഇനി നമുക്ക് 2024 കാർഷിക നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ഇവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒട്ടനവധി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് മേടക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെയും ശനിയുടെയും സ്ഥാനം ഏറെ ഗുണഫലം പ്രദാനം ചെയ്യും. എന്നാൽ ഇടവക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടത്ര ഗുണഫലങ്ങൾ കാണുന്നില്ല. ഇവർക്ക് ശനി 10ൽ നിൽക്കുന്നത് കൂടാതെ വ്യാഴം ജന്മരാശിയിലേക്ക് എത്തുന്നതും ഗുണഫലങ്ങളെ കുറയ്ക്കുന്നതാണ്. 2024 മേടക്കൂറുകാരായ കാർത്തികക്കാർക്ക് കർമ്മമേഖലയിൽ ഗുണകരമായ മാറ്റങ്ങളുണ്ടാകും. വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇവർക്ക് വിവാഹയോഗം കാണുന്നു. സാമ്പത്തിക പരാധീനതകൾ ഇല്ലാതാകുന്നതാണ്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകും. മത്സര പരീക്ഷകളിലും മറ്റും വിജയം നേടുകയും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിന് സാധിക്കുന്നതുമാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഏറി വരുന്നതാണ്. ലഹരി മരുന്നുകൾക്കും മറ്റും അടിമപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. ശത്രുദോഷം നേരിടേണ്ടതായി വരും. ദീർഘദൂര യാത്രകളിൽ നിന്നും വേണ്ടത്ര ഫലം കിട്ടിയെന്ന് വരില്ല. ജോലിയിൽ പ്രൊമോഷൻ നേടാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാകും. ജോലിയിൽ പുരോഗതിയും ആനുകൂല്യങ്ങളും സിദ്ധിക്കുന്നതാണ്.
എന്നാൽ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന വാർത്തകൾ കേൾക്കാനിടവരും. ബിസിനസ് സംരംഭകർക്ക് തങ്ങളുടെ സംരംഭങ്ങളിൽ നൂതന ആശയങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കും. ജോലിഭാരം താരതമ്യേന വർദ്ധിച്ചു വരുന്നതാണ്. എങ്കിലും അധ്വാനത്തിനനുസരിച്ച് നേട്ടങ്ങളുണ്ടാക്കാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കുന്നതാണ്. കലാ സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാനവും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. വിനോദ തീർത്ഥയാത്രകൾ നടത്തുന്നതാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, ഉദരരോഗങ്ങൾ എന്നിവയ്ക്ക് ചികിത്സ തേടേണ്ടതായി വരും. പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മുൻകോപം ഒഴിവാക്കി പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുക. കുടുംബത്തിലെ അംഗങ്ങൾക്ക് രോഗങ്ങൾ വന്നു ചേരാം. കാർഷിക മേഖലയിൽ നഷ്ടം സംഭവിച്ചേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാനമുണ്ടാകുന്നതാണ്. മാനസികമായ സമ്മർദ്ദങ്ങളും ആവശ്യമില്ലാത്ത ഭയവും ഏറിവരും. സഹപ്രവർത്തകരുടെ വിരോധത്തിന് പാത്രമാകുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. ഭൂമിയുടെ ക്രയവിക്രയം സാധ്യമാകുന്നതാണ്. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതിന് സാധിക്കും. കലാപ്രവർത്തനങ്ങളിൽ കൂടുതലായി ഏർപ്പെടുന്നതാണ്. ജോലിഭാരം വർദ്ധിച്ചു വരികയും ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക വർദ്ധിക്കുകയും ചെയ്യും. വർഷാവസാനത്തോടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഏറി വരികയും ഗൃഹനിർമ്മാണം മുടങ്ങുകയും ബിസിനസ്സിലും മറ്റും നഷ്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിലുള്ള താൽപ്പര്യം കുറയുകയും സ്ത്രീകൾക്ക് മേലധികാരികളിൽ നിന്നും മാനസിക പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നതുമാണ്. കാർത്തിക നക്ഷത്രക്കാർ വ്യാഴം, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര ക്രിയകൾ അനുഷ്ഠിക്കേണ്ടതാണ്. കൂടാതെ ഇവർ കാർത്തിക, ഉത്രാടം, ഉത്രം നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും കാർത്തികയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനം നടത്തുകയും ആദിത്യ പൂജ ചെയ്യേണ്ടതുമാണ്. മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെയും, ഇടവക്കൂറുകാരായ നക്ഷത്രക്കാർ മഹാലക്ഷ്മിയെയും പ്രീതിപ്പെടുത്താൻ ആവശ്യമായ വഴിപാടുകളും കർമ്മങ്ങളും നടത്തേണ്ടതാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ ബാല്യകാലം പൊതുവെ ക്ലേശകരമായിരിക്കും. കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതികൂലമായി പറയുന്ന മകയിരം, പുണർദം, ആയില്യം, വിശാഖം, മൂലം, പൂരാടം, ധനുക്കൂറിൽ വരുന്ന ഉത്രാടം എന്നിവരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും സാമ്പത്തിക ഇടപാടുകളും മറ്റ് ശുഭകാര്യങ്ങളും ഒഴിവാക്കി പ്രവർത്തിക്കാൻ കഴിവതും ശ്രദ്ധിക്കേണ്ടതാണ്.